ബീഹാർ ജഹനാബാദ് സിദ്ധനാഥ ക്ഷേത്രത്തിൽ തിക്കിലും തിരക്കിലും പെട്ട് 7 മരണം സംഭവിച്ചിരിക്കുന്നുവെന്നാണ് അറിയാൻ കഴിയുന്നത്. 30-ലേറെ പേർക്ക് പരിക്കെന്ന റിപ്പോർട്ട്. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. വിഷ്ണു നമ്മളോടൊപ്പം ദില്ലിയിൽ നിന്ന് ചേരുന്നുണ്ട് ഈ വാർത്തയുടെ വിവരങ്ങളുമായി. വിഷ്ണു, വലിയ ദുരന്ത മുഖങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ബീഹാറിൽ നിന്ന് വരുന്നതും ഒരു സങ്കടകരമായ വാർത്തയാണ്. ഇപ്പോൾ അപകടം എവിടെ നടന്നാലും, ദുരന്തം എവിടെ സംഭവിച്ചാലും അത് ഏറെ സങ്കടം തന്നെയാണ്. ക്ഷേത്രത്തിലെ തിക്കിലും തിരക്കിലും പെട്ട് 7 മരണം സംഭവിച്ചിരിക്കുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് ഇവിടെ സംഭവിച്ചത്? എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തിക്കും തിരക്കും അവിടെ ഉണ്ടായത്? എന്തെങ്കിലും ഉത്സവമോ വിശേഷ ദിവസമോ വല്ലതും ആയിരുന്നോ? വിഷ്ണുവിൻ്റെ ടെലിഫോൺ കട്ടായി. ഏതായാലും തിക്കിലും തിരക്കിലും പെട്ടാണ് ബീഹാറിലെ ജഹനാബാദ് സിദ്ധനാഥ ക്ഷേത്രത്തിൽ 7 പേരുടെ മരണം സംഭവിച്ചിരിക്കുന്നത്. 30-ലേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ടായെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു. ഇന്നലെ വൈകിയാണ് അപകടമുണ്ടായത് എന്നാണ് അറിയുന്നത്. വലിയ തിക്കും തിരക്കും അനുഭവപ്പെടുന്നു. ആ തിക്കിലും തിരക്കിലും പെട്ട് 7 പേർ മരിക്കുന്നു. പലരും ശ്വാസം മുട്ടിയൊക്കെയാണ് മരണപ്പെട്ടത് എന്നാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. 7 മരണം സംഭവിച്ചിരിക്കുന്നു. 30-ലേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റവരിൽ പലരുടെയും നില ഗുരുതരമാണ് എന്ന തരത്തിലുള്ള മെഡിക്കൽ റിപ്പോർട്ടുകളും ആശുപത്രിയിൽ നിന്ന് വരുന്നുണ്ട്. 30-ലേറെ പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ഇവരെ വിവിധ ആശുപത്രികളിൽ ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഏതായാലും എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് അല്പസമയത്തിനകം തന്നെ വിഷ്ണുവിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് ഞാൻ അറിയുന്നത്. 7 പേരുടെ വിഷ്ണു, മറ്റൊരു അപകടത്തിന്റെ വാർത്ത നമ്മുടെ മുൻപിലേക്ക് വരികയാണ്. ഇപ്പോൾ അപകടം എവിടെയാണെങ്കിലും, അതിപ്പോൾ കേരളത്തിലാണെങ്കിലും അതല്ല മറ്റെവിടെയാണെങ്കിലും നമ്മളെ സംബന്ധിച്ച് ഏറെ സങ്കടകരമായ ഒന്ന് തന്നെയാണ്. ഈ സിദ്ധനാഥ ക്ഷേത്രത്തിൽ 7 പേർ മരിച്ചിരിക്കുന്നു തിക്കിലും തിരക്കിലും പെട്ട്. ഇതെങ്ങനെയാണ് സംഭവിച്ചത്? അവിടെ എന്തെങ്കിലും വിശേഷ ദിവസമോ ഉത്സവമോ മറ്റോ ആയിരുന്നോ? എങ്ങനെയാണ് ഈ തിക്കും തിരക്കും ഉണ്ടായത്? മനു, ബീഹാറിലെ സിദ്ധനാഥ ക്ഷേത്രത്തിൽ ഇന്ന് രാവിലെയാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായത്. ഇന്ന് അവിടെ പ്രത്യേക പൂജകൾ നടക്കുന്ന ഒരു ദിവസമായിരുന്നു. നിരവധി ആളുകൾ രാവിലെ തന്നെ ക്ഷേത്ര ദർശനത്തിന് വേണ്ടി എത്തിയിരുന്നു. അവർക്കിടയിലാണ് ഒരു തിക്കും തിരക്കും ഉണ്ടാവുകയും അതിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യമുള്ളത്. നിലവിൽ പുറത്തു വരുന്ന കണക്കുകൾ അനുസരിച്ച് കൊണ്ട് 7 പേരുടെ ജീവനാണ് നഷ്ടമായിരിക്കുന്നത്. അതോടൊപ്പം 50-ലധികം പേർക്ക് വലിയ തരത്തിൽ അപകടം പറ്റിയിട്ടുണ്ട് എന്ന ചില റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു തിക്കും തിരക്കും അവിടെ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയ ആളുകളുടെ എണ്ണം ഇന്ന് ക്രമാതീതമായി വർദ്ധിച്ചിരുന്നു. അതോടൊപ്പം തന്നെ പൂ വിൽക്കുന്ന ആളുകളും നിരവധി ഉണ്ടായിരുന്നു. ഇവർക്കിടയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായി. ഈ ക്ഷേത്ര ദർശനത്തിന് വന്നവരും പൂ വിൽക്കുന്ന ആളുകളും തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അതിനെ തുടർന്നാണ് വലിയൊരു തിക്കിലും തിരക്കിലേക്കും സംഭവങ്ങൾ മാറിയത് എന്ന ചില പ്രാഥമിക റിപ്പോർട്ടുകളാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നത്. അതോടൊപ്പം ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ 50-ലധികം പേർക്കാണ് പരിക്കേറ്റത്. ഇവരെയൊക്കെ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ജില്ലാ കളക്ടർ ഉൾപ്പെടെ സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ജില്ലാ കളക്ടർ അല്പം മുന്നേ ആശുപത്രിയിൽ സന്ദർശിച്ചിരുന്നു. മരിച്ചവരെയൊക്കെ തന്നെ ഇനി ഐഡൻറ്റിഫൈ ചെയ്യാനുണ്ട് എന്നതാണ് തിരിച്ചറിയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ ഇന്ന് തന്നെ ആരംഭിക്കും. ഇന്ന് തന്നെ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് മൃതദേഹം കൈമാറും എന്നതാണ് ജില്ലാ കളക്ടർ പറഞ്ഞിരിക്കുന്നത്. മനു, ശരി.